യുദ്ധം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ സൃഷ്ടിക്കും. ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കിയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ലോകത്തിൻ്റെ കണ്ണുനീരാണ് ആണവപ്രഹരവുമായി ജനിച്ചു വീണ അവിടുത്തെ കുഞ്ഞുങ്ങൾ. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശ വാർത്ത വന്നപ്പോഴും ലോകം ആശങ്കപ്പെട്ടത് അവിടുത്തെ കുഞ്ഞുങ്ങളെ ഓർത്താണ്. ആണവയുദ്ധത്തിൻ്റെ അത്രത്തോളം അല്ലെങ്കിൽ പോലും ഗാസയിൽ ഇസ്രായേൽ ആയുധങ്ങൾ വിതച്ചിരിക്കുന്ന ആഘാതത്തിന്റെ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകം തുടച്ചു നീക്കിയ പോളിയോ വൈറസ് ഗാസയിൽ വീണ്ടും കണ്ടെത്തിയത് അതിലൊന്ന് മാത്രമാണ്. ഗാസയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രായേൽ ശിശുഹത്യ നടത്താൻ പുത്തൻ ആയുധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. കാണുമ്പോൾ വെറും പോറൽ പോലുള്ള മുറിവുകളാണ് കുട്ടികളിൽ കാണുക. പക്ഷെ ആ പോറൽ വരുത്തുന്നത് അപകടകാരിയായ ലോഹ കഷ്ണങ്ങളാണ്. ചർമ്മത്തിൽ ഒരു പോറൽ മാത്രം അവശേഷിപ്പിക്കുമ്പോൾ എല്ലിനെയും ശരീരത്തിനുള്ളിൽ അവയവങ്ങളെയും രണ്ടാക്കി മുറിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇത്തരത്തിൽ ഉയർന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നതെന്ന് ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭയാനകമായ പരിക്കുകൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് ജീവിതകാലം മുഴുവൻ ദോഷം വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. ഗാസയിൽ ജോലി ചെയ്യുന്ന വിദേശ ആരോഗ്യ വിദഗ്ധരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങൾ ചികിത്സിച്ച കുട്ടികളുടെ ഗുരുതരമായ മുറിവുകളിൽ പലതും സംഭവിച്ചത് മിസൈലുകളുടെയും ഷെല്ലുകളുടെയും ചീളുകളിൽ നിന്നാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ഈ ആയുധം വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ളതും. ഇത്തരം ചെറിയ ചീളുകളാൽ പരിക്കേറ്റവരാണ് ഭൂരിഭാഗം കുട്ടികളുമെന്ന് ഗാസ ആശുപത്രികളിലെ ഡോക്ടർമാർ പറയുന്നു. അപകടങ്ങൾ പരമാവധിയാക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളാണ് ഇവയെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലും വ്യക്തമാക്കുന്നുണ്ട്. ഈ ലോഹായുധത്തിന് പരിക്കേറ്റവരിൽ പകുതിയോളവും ചെറിയ കുട്ടികളാണ്. രോഗിയെ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ള അത്രത്തോളം ചെറുതായ നിരവധി പരിക്കുകൾ ഞങ്ങൾ കണ്ടു. ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ വളരെ ചെറുതാണ് ഈ പരിക്കുകൾ. പക്ഷേ അവ ശരീരത്തിനുള്ളിൽ വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നവയാണ് എന്നാണ് കാലിഫോർണിയയിൽ നിന്നുള്ള ട്രോമ സർജൻ ഫിറോസ് സിദ്ദോ പറയുന്നത്. തെക്കൻ ഗാസയിലെ ആശുപത്രിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. കെട്ടിടങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത ആയുധങ്ങൾക്ക് പകരമായാണ് ഇസ്രായേൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. ആക്രമണം ആരംഭിച്ചത് മുതൽ കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ ഭയാനകമായ രീതിയിൽ കുതിച്ചുയർന്നതിന് ഇതൊരു കാരണമാണ്. മുതിർന്നവരിലും മുറിവുകൾ കാണാറുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ശരീരത്തിലാണ് മുറിവുകൾ കൂടുതൽ ഗുരുതരമാകാൻ സാധ്യത. ഫ്രാഗ്മെന്റേഷൻ സ്ലീവ് ഘടിപ്പിച്ചിരിക്കുന്ന ബോംബുകളും ഷെല്ലുകളും ചേർന്ന ആയുധങ്ങളാണ് ഇവ. കുട്ടികളുടെ ശരീരം ചെറുതായതിനാൽ ആയുധങ്ങൾ തുളച്ചു കയറുന്ന ഏത് പരിക്കിനും വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ സാധിക്കും. കുട്ടികളിൽ രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ അവ ചെറുതായതുകൊണ്ട് തന്നെ വീണ്ടും ഒരുമിച്ച് ചേർക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാലിലെ ധമനിയായ ഫെമറൽ ആർട്ടറിക്ക് ഒരു ചെറിയ കുട്ടിയിൽ ന്യൂഡിൽസിന്റെ കനം മാത്രമാണ് ഉണ്ടാവുക. അതിനാൽ ഇത് ശരിയാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആക്രമിക്കപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗം പേരും മരിച്ചിട്ടുണ്ട്. അതിജീവിച്ചവരിൽ പലർക്കും കൈകാലുകൾ നഷ്ടപ്പെട്ടതായും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു.